കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം 4 മണിക്ക് മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു. നെയ്വളക്കുകളെല്ലാം നിറഞ്ഞ് കത്തുന്നുണ്ട്. നല്ല ശോഭയോടുകൂടി ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം അതാ കാണുന്നു. പൊന്നുണ്ണിക്കണ്ണൻ പുഞ്ചിരി തൂകിയിട്ടാണ് നിൽക്കുന്നത്. പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി, നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. മാറത്ത് ഒരു സ്വർണ്ണത്തിലകവും 2 സ്വർണ്ണമാലകളും ചാർത്തിയിരിക്കുന്നു. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം എടുത്തൊരു പീതാംബരപ്പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട്. സ്വർണ്ണ കിരീടം ചാർത്തി, കിരീടത്തിന്മേൽ 2 തിരുമുടിമാലകളും 2 വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം ആ നട തുറന്ന സമയത്ത് കണ്ട ഭക്തന്മാരെല്ലാവരും ആനന്ദത്തിൽ ആറാടി ആ കണ്ണൻ്റെ തിരുനാമം ചൊല്ലി ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോകുന്നു. ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കണ്ട് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണോ, പ്രാർത്ഥിക്കണോ. കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം കൊടുത്ത് പീതാംബരപ്പട്ട് ഞൊറിഞ്ഞെടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി സ്വർണ്ണക്കിരീടവും തിരുമുടിമാല വനമാല എന്നിവയെല്ലാം ചാർത്തി പുഞ്ചിരിച്ച് നിൽക്കുന്ന ആ രൂപം എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ. ഒരു നിമിഷം കണ്ണടയ്ക്കുക. ആ കണ്ണനെ നല്ല പോലെ ധ്യാനിക്കുക. ആ കണ്ണനതാ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അതാ വരണോ. ആ കണ്ണനെ അവിടെ പിടിച്ചിരുത്തി അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനൊന്ന് താലോലിച്ചൊരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹത്തോടുകൂടി ജപിക്കൂ നാമങ്ങൾ. നാരായണ 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 നാരായണ. കണ്ണൻ അതിൽ കൂടുതൽ സ്നേഹത്തോടുകൂടി നമ്മുടെ അടുത്തേക്ക് ഓടി 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 വരും. എന്നിട്ട് നമുക്ക് വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും. ഒരു സങ്കോചവും വേണ്ട. ഭക്തിയോടുകൂടിയും സ്നേഹത്തോടുകൂടിയും നാമം ജപിച്ചോളൂ. കണ്ണനൊപ്പം കൂട്ടിനുണ്ടാവും. നാരായണ 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 നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക. ഈ കലികാലത്ത് അത്യുത്തമമായ മന്ത്രമാണത്. ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന മന്ത്രമാണ്. സന്തതി പരമ്പരകൾക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനും സർവ്വ ഐശ്വര്യത്തിനും സർവ്വസമ്പൽ സമൃദ്ധിക്കും ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ